പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷിഭവനിൽ നിന്ന് ഇപ്രാവശ്യവും നമുക്ക് തക്കാളി, വഴുതന, മുളക്, വെണ്ട, പയർ അങ്ങനെ 5 ഇനം പച്ചക്കറികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ തക്കാളി നമുക്കും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് ആദ്യം എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു 5 ഇനം പച്ചക്കറി തൈകൾ തരും. എല്ലാ കൃഷിഭവനുകളിലും തന്നെ അങ്ങനെ ഒരു നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ കൊടുക്കാറുണ്ട്. എന്നാന്ന് വെച്ചാൽ പുതിയതായി വരുന്ന കർഷകർക്ക് അതൊരു നല്ല രീതിയിലൊരു ഒരു പ്രചോദനമാണ്. ഈ 5 ഇനം പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസിയായി പിടിപ്പിച്ചെടുക്കാവുന്ന 5 ഇനങ്ങളാണിത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് മുളക് എങ്ങനെ വെച്ചാലും നമുക്ക് മുളക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ പിടിപ്പിച്ചെടുക്കാവുന്ന ചെടികളായത് കാരണം എല്ലാ കൃഷിഭവനിൽ നിന്നും നമുക്ക് കിട്ടുന്നൊരു സംഭവങ്ങളാണ് ഈ പച്ചക്കറി തൈകൾ. ഒരു വർഷത്തിൽ 3-4 വട്ടങ്ങളിൽ ഇങ്ങനെ തൈകൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയ നമ്മുടെ തക്കാളി തൈകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനൊരു ഡ്രമ്മിൽ 2 എണ്ണം വെച്ചാണ് ഈ പ്രാവശ്യം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 തൈകൾ വെച്ച് നമ്മൾ വെച്ച് ഞാൻ 3 ഡ്രമ്മിലായിട്ട് എനിക്ക് ഇത്തവണ 6 തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 ഡ്രമ്മിലായിട്ട് നമ്മൾ വെച്ചു. ഇനിയിപ്പോൾ മുളകാണെങ്കിൽ തന്നെയും വേറൊരു പാത്രത്തിൽ നമ്മൾ മുളക് വെച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ 5 ഇനം പച്ചക്കറികൾ നമ്മൾ വെച്ച് അതിലൊരു നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയി, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു വിളകൾ കിട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റുള്ളൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു സന്തോഷം വരും. കാര്യം അതെന്നാന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കണം. ചെയ്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകും. നമ്മൾ ഇങ്ങനെ ഇതിൽ നിന്ന് ഒരു മുളക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓർത്ത് മുളകായി, തക്കാളിയായി, വെണ്ടയായി, വഴുതനയായി, പയറായി, എന്നാൽ നമുക്ക് 2 വെള്ളരിയും അല്ലെങ്കിൽ കുക്കുംബറോ അങ്ങനെയൊക്കെ ചെയ്യാമെന്നോർത്ത് അങ്ങനെ പതുക്കെ നമ്മൾ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പച്ചക്കറികളും തന്നെ സ്വയം നമ്മളിലോട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ആദ്യം ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്ന കൂട്ട് ആദ്യം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യരുതും. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മടുത്തു പോവുകയുള്ളൂ. തുടക്കക്കാരാണെങ്കിൽ കുറേശ്ശെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ ഒരു കൃഷിയിൽ ഞാൻ ആദ്യമേ നല്ല രീതിക്ക് കരിയില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളിയും ചീരയൊക്കെ വെക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ വെച്ച മണ്ണുകൾ എനിക്ക് ഇപ്പം നല്ല രീതിക്ക് ഒരു വിധം നല്ല രീതിക്ക് മണ്ണായി വന്നിട്ടുണ്ട്. ഒരിക്കലും ആദ്യം വെക്കുമ്പോഴൊന്നും മണ്ണൊന്നും നല്ല രീതിക്ക് നമുക്ക് ഇങ്ങനെ ആയി വരികയില്ല. പിന്നെ നല്ല രീതിക്ക് കാശൊക്കെ മുടക്കി ചെയ്യുന്നവർക്ക് അങ്ങനെ നല്ല രീതിക്കൊക്കെ ആക്കിയെടുക്കാം. നമ്മൾ സാധാരണ വീട്ടമ്മമാർ കരിയില അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ പയ്യെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ ഇത് നേരത്തെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് നിറച്ച് നമ്മുടെ വീട്ടിലെ കരികളെല്ലാം അടിച്ചു കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് അതിൻ്റെ മുകളിൽ കുറേശ്ശെ ചീരയും അങ്ങനെ ഓരോന്നൊക്കെ വെച്ച് കഴിഞ്ഞ് ഇപ്പം ആ മണ്ണ് നല്ല രീതിക്ക് അതിനുള്ളിലെ കരിയിലകൾ പൊടിഞ്ഞ് ഒരു 1/4 ഭാഗത്തോളം മണ്ണായിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ടാണ് ഞാനിപ്പോൾ ഈ മുളക് നമുക്ക് വെക്കുന്നത്. ഇനി ഈ മുളകിൻ്റെ വളർച്ച നിങ്ങൾ ശ്രദ്ധിച്ചോളാം. നമ്മൾ ആദ്യം വെച്ചിരുന്ന ചെടികൾ അത്ര നല്ല രീതിക്ക് വരികയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ചുമ്മാ കിടക്കണ ഒരു കരിയിലയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കരിയില കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ശകലം മണ്ണിട്ടിട്ട് നമ്മൾ ഒരു ചെടി വെച്ച് നോക്കൂ. വേര് ചുമ്മാ ഇറങ്ങി പോണതല്ലാതെ നല്ല രീതിക്ക് അതിനകത്തുനിന്ന് ഒന്നും വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതേസമയം ഇതൊരു 1-2 മാസം നിന്നൊന്ന് പൊടിഞ്ഞതിന് ശേഷം അതിനകത്ത് ചെടികൾ വെച്ച് നോക്കിക്കേ, നല്ല രീതിക്ക് പിടിച്ചു വരും കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോസിലൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കാണാം മുളകിൻ്റെയൊക്കെ ചുവട്ടിൽ ഇപ്പം നല്ല രീതിക്ക് കളകൾ കിളുത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് വേരുകളിൽ നല്ല വേരോട്ടം കിട്ടിയെന്ന് വെച്ചാൽ അടിയിൽ കിടക്കുന്ന കരികൾ നല്ല രീതിക്ക് കമ്പോസ്റ്റായി വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യം വെച്ച നമ്മുടെ ചെടികൾ മുരടിച്ച് നിൽക്കുമായിരിക്കും. മുരടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ചെടിക്കും അതിൻ്റേതായ രീതിക്കുള്ള മൂലകങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് മുരടിക്കുന്നത്. അതിനൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ കൂടുതൽ ആധികാരികമായ കാര്യങ്ങളിലോട്ടൊന്നും പോകേണ്ട, ചെറിയ രീതിക്കൊക്കെ തന്നെ ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇതിനകത്ത് എൻ്റെ കൈ കിട്ടിയ ഇപ്പോൾ ഇത് വെക്കുന്നത് വഴുതനയാണ്. അപ്പോൾ വഴുതനയും വെക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് മതിയല്ലോ, എൻ്റെ ആവശ്യത്തിന് മതിയല്ലോ എന്ന് വിചാരിച്ച് കുറേശ്ശേ വെക്കുകയുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, കൈ കിട്ടുന്നതൊക്കെ കുറേശ്ശേ വെക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരാളത് വാങ്ങാനുണ്ടെങ്കിൽ നമുക്ക് വെക്കാനൊരു ഉത്സാഹം തോന്നുന്നു പറയില്ലേ. ഈ തക്കാളിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വെച്ച തക്കാളിയിലുണ്ടായ തക്കാളിക്കാണ് അത്ര വലിയ ഗംഭീര വിളവൊന്നും അല്ലായിരുന്നു. എന്നാലും നമുക്ക് അത്യാവശ്യം
എന്നും തന്നെ ഒന്നോ രണ്ടോ തക്കാളി കിട്ടത്തക്ക രീതിയിൽ ഒന്നോ രണ്ടോ ഉള്ളു കേട്ടോ, ഒത്തിരിയൊന്നുമില്ല, അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ ഇത് നമ്മുടെ പയറും വെണ്ടയും മിച്ചമുണ്ട് കേട്ടോ, അത് താഴത്ത് നിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.